അടുത്തത് DNA ഫിംഗർ പ്രിൻറ്റിങ്ങിൻ്റെ ബേസിസ് എന്ന് പറയുന്നത് പോളിമോർഫിസമാണ്. സോ വേരിയേഷൻ ഇൻ ജനറ്റിക് ലെവൽ, ഒന്നിലധികം ജനറ്റിക് ഡിഫറൻസ് കാണുകയെന്നുണ്ടെങ്കിൽ നമ്മളതിനെ പോളിമോർഫിസം എന്ന് പറയും. സോ പോളിമോർഫിസം എന്ന് പറഞ്ഞത് നമുക്ക് പാരൻസിൽ നിന്ന് ഇൻഹെറിറ്റഡ് ആവുന്നതാണ്. നമ്മൾ പറഞ്ഞിരുന്നു അച്ഛനിൽ നിന്നും അമ്മയിൽ നിന്നും, ഇതുപോലെ 50% അച്ഛനിൽ നിന്ന് 50% അമ്മയിൽ നിന്ന് ഈ പറഞ്ഞ VNTR വേരിയബിൾ നമ്പർ ഓഫ് ടാൻഡൻ റിപ്പീറ്റുകൾ നമുക്ക് കിട്ടുന്നു. ഒരാളിൽ നിന്ന് 7 ടാൻഡൻ റിപ്പീറ്റ് ആണെങ്കിൽ വേറെ മറ്റേയാളിൽ നിന്ന് 4 ടാൻഡൻ റിപ്പീറ്റ് ആവാം. സോ ഇൻഹെറിറ്റഡ് ഫ്രം പാരൻസ്, ഈ പോളിമോർഫിസം എന്ന് പറഞ്ഞാൽ ആ ചേഞ്ച് DNA അല്ലെങ്കിൽ ജനറ്റിക് ലെവലുള്ളത് ഇൻഹെറിറ്റഡ് ഫ്രം പാരൻസ് ടു ചിൽഡ്രൻ. സോ അച്ഛൻ അമ്മയിൽ നിന്നാണ് ഈ കുട്ടികൾക്ക് ഈ പോളിമോർഫിസം ഇൻഹെറിറ്റഡ് ആണ്. സോ പോളിമോർഫിസം എന്ന് പറഞ്ഞാൽ ഇൻഹെറിറ്റബിൾ ആണ്. സോ ഇറ്റ് ഈസ് ദ ബേസിസ്, ഈ പോളിമോർഫിസം എന്നത് ബേസിസ് ഓഫ് ജനറ്റിക് മാപ്പിംഗ് ആൻഡ് DNA ഫിംഗർ പ്രിൻറ്റിങ്. സോ DNA ഫിംഗർ പ്രിൻറ്റിങ്ങിൻ്റെയും ഈ ജനറ്റിക് മാപ്പിങ്ങിൻ്റെയും ഒരു ബേസ് എന്ന് പറയുന്നത് എന്താണ്? ഈ ജനറ്റിക് ലെവലിലുള്ള ഡിഫറൻസ് ആയ പോളിമോർഫിസമാണ്. സോ ഒക്കറൻസ് ഓഫ് മോർ ദാൻ വൺ ഫോം ഓഫ് ജനറ്റിക് മെറ്റീരിയൽ, ഒരു ജനറ്റിക് മെറ്റീരിയലിനെ പോരാണ്ട് ഒന്നിലധികം ഫോമിലുള്ള ജനറ്റിക് മെറ്റീരിയൽ കാണുന്നതിന് നമ്മൾ പോളിമോർഫിസം എന്ന് പറയാം. സോ ഒക്കറൻസ് ഓഫ് മോർ ദാൻ വൺ ഫോം ഓഫ് ജനറ്റിക് മെറ്റീരിയൽ, ഒരു ഫോമിലുള്ള ജനറ്റിക് മെറ്റീരിയൽ അല്ലാണ്ട് അതിൽ കൂടുതൽ ഡിഫറെൻറ്റ് ഫോമിലുള്ള ജനറ്റിക് മെറ്റീരിയൽ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ അതിന് എന്ത് പറയുന്നത്? പോളിമോർഫിസം. ഇനി ഇറ്റ് ഈസ് എറൈസ്, എങ്ങനെയാണ് ഈ പോളിമോർഫിസം ഉണ്ടാകുന്നത്? സോ പോളിമോർഫിസം വരാനുള്ള കാരണം മ്യൂട്ടേഷനാണ്. മ്യൂട്ടേഷൻസ് വഴിയാണ് പോളിമോർഫിസം ക്രിയേറ്റ് ചെയ്യുന്നത്. ഈ ഒന്നിലധികം വൺ ഫോം ഓഫ് ജനറ്റിക് മെറ്റീരിയലിനേക്കാളും കൂടുതൽ, മോർ ദാൻ വൺ ഫോം ഓഫ് ജനറ്റിക് മെറ്റീരിയൽ, ഒന്നിലധികം ജനറ്റിക് മെറ്റീരിയലിൻ്റെ ഡിഫറെൻറ്റ് ഫോം വരുന്നതിന് കാരണം എന്താണ്? മ്യൂട്ടേഷൻസ്. സോ ഒരു ന്യൂ മ്യൂട്ടേഷൻസ്, പുതിയ മ്യൂട്ടേഷൻ എറൈസ് ചെയ്യുന്നത് ഒന്നുകിൽ സൊമാറ്റിക് സെൽസിലായിരിക്കാം, നമ്മുടെ നോർമൽ ബോഡി സെല്ലുകളിലായിരിക്കാം ഈ ന്യൂ മ്യൂട്ടേഷൻസ് എറൈസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അത് ജേം സെൽസിലായിരിക്കാം. ജേം സെൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഗാമറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സെൽ, സെക്ഷലി റീപ്രൊഡ്യൂസിങ് ആയിട്ടുള്ള ഓർഗാനിസത്തിലുള്ള ആ ഗാമറ്റ് സെൽസ് ജേം സെൽസിലായിരിക്കാം. സോ ഈ ന്യൂ മ്യൂട്ടേഷൻസ് വരുന്നത് ഒന്നുകിൽ നോർമൽ ബോഡി സെല്ലായ സൊമാറ്റിക് സെൽസിലായിരിക്കാം, അല്ലെങ്കിൽ ജേം സെൽസ് റീപ്രൊഡക്റ്റീവ് സെല്ലുകളിലായിരിക്കാം. ഇനി ഇൻ കേസ് ഈ ജേം സെല്ലിലാണ് മ്യൂട്ടേഷൻസ് വരുന്നതെങ്കിൽ, ജേം സെല്ലിലുള്ള മ്യൂട്ടേഷൻസ് വന്നിട്ടുണ്ട്, ആ ജേം സെല്ലിലെ മ്യൂട്ടേഷൻസ് അതിൻ്റെ റീപ്രൊഡക്റ്റീവ് എബിലിറ്റീനെ എഫക്റ്റ് ചെയ്യുന്നില്ല. ജേം സെല്ലിൽ മ്യൂട്ടേഷൻ വന്നു എന്നിട്ടും ആ ജേം സെല്ലിലുള്ള മ്യൂട്ടേഷൻ അതിൻ്റെ ഓഫ് സ്പ്രിങ്സിനെ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള എബിലിറ്റീനെ എഫക്റ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ഡെഫിനറ്റ്ലി ഈ മ്യൂട്ടേഷൻ അതിൻ്റെ ഓഫ് സ്പ്രിങ്സിലേക്ക് ക്യാരി ചെയ്തു പോകും. ഓഫ് സ്പ്രിങ്സിനെ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവിനെ ഈ മ്യൂട്ടേഷൻ എഫക്റ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ മ്യൂട്ടേഷൻ ഡയറക്റ്റ്ലി ആ പാരൻസിൽ നിന്ന് ഓഫ് സ്പ്രിങ്സിലേക്ക് പോകുന്നു. അതാണ് ജേം സെൽ മ്യൂട്ടേഷൻ ആണെങ്കിൽ അതിനെ ഓഫ് സ്പ്രിങ്സിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ എബിലിറ്റീനെ എഫക്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ ക്യാൻ ട്രാൻസ്മിറ്റ് ദീസ് മ്യൂട്ടേഷൻ, ഈ മ്യൂട്ടേഷനെ ട്രാൻസ്മിറ്റ് ചെയ്ത് ഓഫ് സ്പ്രിങ്സിലേക്ക് പാസ് ചെയ്യാൻ പറ്റും. സോ ഇങ്ങനെ ജനറേഷൻ ടു ജനറേഷൻ ഈ പോളിമോർഫിസം തൊട്ട് മുമ്പത്തെ പാരൻസിൽ എന്താണ് DNA ആ ചേഞ്ച് വന്നേക്കണേ അത് അടുത്ത ആ ജനറേഷനിൽ കിട്ടുന്നു. അവിടെ ഒരു യുണീക്ക് കോമ്പിനേഷൻ ഓഫ് പോളിമോർഫിസം കാണുന്നു. അവിടെ വീണ്ടും ഇനി ചേഞ്ച് വരികയാണെങ്കിൽ ജെം സെൽസിന് ആ ചേഞ്ചോട് കൂടി നെക്സ്റ്റ് ജനറേഷനിലേക്ക് വരുന്നു. സോ ആ നെക്സ്റ്റ് ജനറേഷനിൽ ആ ഇൻഡിവിജ്വലിന് ഒരു യുണീക്ക് കോമ്പിനേഷൻ ഓഫ് VNTR അല്ലെങ്കിൽ ഈ പറഞ്ഞ പോളിമോർഫിസം കാണപ്പെടുന്നു. അങ്ങനെ ഓരോ ഇൻഡിവിജ്വൽ എടുത്താലും അവർക്ക് എന്തായാലും ഒരു യുണീക്കായിട്ടുള്ള സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കോമ്പിനേഷനിലുള്ള ഒരു VNTR അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ ജനറ്റിക് ലെവലിലെ ഡിഫറൻസ്, മോർ ദാൻ വൺ ഫോം ഓഫ് ജനറ്റിക് ഡിഫറൻസ് പോളിമോർഫിസമായിട്ട് കാണുന്നു. സോ ഇഫ് മോർ ദാൻ വൺ വേരിയൻറ്റ് എന്ന് പറയുന്നത് അലീൽ, ഒന്നിലധികം വേരിയൻ്റ് അല്ലെങ്കിൽ അലീൽ കാണുന്നുണ്ടെങ്കിൽ അറ്റ് എ ലോക്കസ്, ഒരു ലോക്കസിൽ, ഒരു ഹോമോലോഗസ് അല്ലെങ്കിൽ ക്രോമസോം ലോക്കസിൽ ഒന്നിലധികം വേരിയൻ്റ് അലീൽ കാണുകയെന്നുണ്ടെങ്കിൽ വിത്ത് ഫ്രീക്വൻസി ഗ്രേറ്റർ ദാൻ 0.01, 0.01 കൂടുതൽ അലീലിക് വേരിയേഷൻ അല്ലെങ്കിൽ ഒന്നിലധികം വേരിയൻ്റ് അലീലുകളിൽ കാണപ്പെടുകയാണെങ്കിൽ, എങ്ങനത്തെ ഫ്രീക്വൻസിയിൽ? 0.01 ഫ്രീക്വൻസിയിൽ കാണപ്പെടുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഇൻഹെറിറ്റബിൾ മ്യൂട്ടേഷൻ. അവരൊക്കെ എന്താണ്? ഇൻഹെറിറ്റബിൾ മ്യൂട്ടേഷൻ അറ്റ് ഹയർ ഫ്രീക്വൻസി. ഇങ്ങനെ ഒന്നിലധികം, എത്ര? 0.01 ഫ്രീക്വൻസിയേക്കാളും കൂടുതൽ വേരിയൻ്റ് അലീലുകൾ കാണപ്പെടുകയാണെങ്കിൽ ഈ ജനറേഷന് പാസ് ചെയ്ത് യുണീക്ക് കോമ്പിനേഷൻ വീണ്ടും
പാസ് ചെയ്യുന്നു യുണീക്ക് കോമ്പിനേഷൻ. അങ്ങനെ വരുന്നത് ഇൻഹെറിറ്റബിൾ മ്യൂട്ടേഷൻസ് ആണ്. കാരണം ഈ മ്യൂട്ടേഷൻസ് ഒന്നും തന്നെ ആ പാരൻസിൻ്റെ റീപ്രൊഡക്റ്റീവ് എബിലിറ്റീനെ അല്ലെങ്കിൽ ഓഫ് സ്പ്രിങ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന എബിലിറ്റീനെ എഫക്റ്റ് ചെയ്യുന്നില്ല. സോ അത് എന്തിനെ ഡയറക്റ്റ്ലി ആ മ്യൂട്ടേഷൻസോട് കൂടി തന്നെ നെക്സ്റ്റ് ജനറേഷനിലേക്ക് പാസ് ചെയ്യുന്നു. സോ ഇൻഹെറിറ്റബിൾ മ്യൂട്ടേഷൻസ് ആണ് ഈ പോളിമോർഫിസം. സോ പോളിമോർഫിസം എന്ന് പറഞ്ഞാൽ എന്താ? ഇൻഹെറിറ്റബിൾ മ്യൂട്ടേഷൻ അറ്റ് ഹൈ ഫ്രീക്വൻസി. സോ ഇൻഹെറിറ്റബിൾ മ്യൂട്ടേഷൻസ് ഹൈ ഫ്രീക്വൻസിയിൽ വരികയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് DNA പോളിമോർഫിസം. സോ ഇൻഹെറിറ്റബിൾ ആയിട്ടുള്ള മ്യൂട്ടേഷൻസ് ജനറേഷനിൽ നിന്ന് വന്നു യുണീക്ക് കോമ്പിനേഷൻ കുട്ടി പിന്നെ അടുത്തത് നെക്സ്റ്റ് ജനറേഷൻ വീണ്ടും യുണീക്ക് കോമ്പിനേഷൻ. സോ ഇൻഹെറിറ്റബിൾ ആയിട്ടുള്ള മ്യൂട്ടേഷൻ വളരെയധികം ഹൈ ഫ്രീക്വൻസിയിൽ ആഡപ്പ് ചെയ്ത് വരികയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് DNA പോളിമോർഫിസം. ഈ ജനറ്റിക് ലെവലിൽ അതിൻ്റെ മോർ ദാൻ വൺ വേരിയൻറ്റ് ഫോം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അതെങ്ങനെ ഉണ്ടായിരിക്കുന്നത്? ഇൻഹെറിറ്റബിൾ ആയിട്ടുള്ള മ്യൂട്ടേഷൻ ആണ് വരുന്നത്. അതും വളരെ ഹൈ ഫ്രീക്വൻസി, ബിക്കോസ് ജനറേഷൻ ടു ജനറേഷൻ വരുന്നതും പുതിയ കോമ്പിനേഷൻ വരുന്നു. അങ്ങനെ ഹൈ ഫ്രീക്വൻസിയിൽ വരികയാണെങ്കിൽ അങ്ങനത്തെ പോളിമോർഫിസം DNA ലെവലിൽ വരുമ്പോൾ DNA പോളിമോർഫിസം എന്ന് പറയുന്നു. സച്ച് വേരിയേഷൻസ്, ഈ പറഞ്ഞ വേരിയേഷൻസ് നമ്മൾ പറഞ്ഞു അവരുടെ റീപ്രൊഡക്റ്റീവ് എബിലിറ്റി അല്ലെങ്കിൽ ജേം സെല്ലിനെ എഫക്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? സച്ച് വേരിയേഷൻസ് നമുക്ക് എവിടെ കാണാം? നോൺ കോഡിങ് DNA സീക്വൻസുകളിൽ കാണാം. പ്രോട്ടീനെ കോഡ് ചെയ്യാത്ത, നമ്മൾ VNTR ഒക്കെ എന്ന പ്രോട്ടീനെ കോഡ് ചെയ്യാത്ത ഷോർട്ട് ടാൻഡം റിപ്പീറ്റുകളാണ്. സോ അങ്ങനെ പ്രോട്ടീനെ കോഡ് ചെയ്യാത്ത DNA സീക്വൻസ്, നോൺ കോഡിങ് DNA സീക്വൻസുകളിൽ ഇങ്ങനത്തെ വേരിയേഷൻസ് ഉണ്ടെങ്കിൽ അതെന്തായിട്ട് മാറുന്നു? ഹയർ ആസ് മ്യൂട്ടേഷൻ. ഈ ചേഞ്ചസുകളും വേരിയേഷൻസ് ഒക്കെ എന്തായിട്ട് ഒരു മ്യൂട്ടേഷൻ്റെ അത്രയ്ക്കും ഹയർ ഫ്രീക്വൻസിയിൽ ഈ പറഞ്ഞ വേരിയേഷൻസ് വരുന്നു. അപ്പോൾ എന്താണ്? അതിന് ഒരു നോ ഇമ്മീഡിയറ്റ് എഫക്റ്റ് ഓർ ഇമ്പാക്ട്. ജനറേഷൻ ടു ജനറേഷൻ കൈമാറുന്നു. അതിൻ്റെ യൂണീക്ക് കോമ്പിനേഷനോട് കൂടി അടുത്തടുത്ത ജനറേഷനിൽ എക്യുമുലേറ്റഡ്. സോ ഒരു ഇമ്മീഡിയറ്റ് ഇഫക്റ്റോ ഇമ്പാക്റ്റോ വരുന്നില്ല. ആ ചേഞ്ചോട് കൂടി DNA പോളിമോർഫിസത്തോട് കൂടി ഇൻഹെറിറ്റ് ചെയ്ത് നെക്സ്റ്റ് ഓഫ് സ്പ്രിങ്സിലേക്ക് പോകുന്നു. അപ്പോൾ എക്യുമുലേഷൻ ഓഫ് ദിസ് ഇൻഹെറിറ്റബിൾ ആയിട്ടുള്ള മ്യൂട്ടേഷൻ ജനറേഷൻ ടു ജനറേഷൻ പോയിക്കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ എന്ത് തന്നെയായാലും ഓരോ കുട്ടികളിലും എന്തായിരിക്കും? ഇൻഡിവിജ്വൽ കേസിലും അത് യുണീക്ക് കോമ്പിനേഷൻസ് ആണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഈ ഇൻഹെറിറ്റബിൾ മ്യൂട്ടേഷൻ ജനറേഷൻ ടു ജനറേഷൻ എക്യുമുലേറ്റ് ചെയ്യാൻ കാരണം ഒന്ന്, ഈ പറഞ്ഞ ജെം സെൽസിൽ എഫക്റ്റ് ചെയ്യുന്ന മ്യൂട്ടേഷൻ അതിൻ്റെ ഓഫ് സ്പ്രിങ്സിനെ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള എബിലിറ്റീനെ എഫക്റ്റ് ചെയ്യുന്നില്ല. ഇതിനൊരു ഇമ്മീഡിയറ്റ് അല്ലെങ്കിൽ എഫക്റ്റ് ഓർ ഇമ്പാക്റ്റ് ഉണ്ടാവുന്നില്ല. സോ ആ ജനറേഷൻ ടു ജനറേഷൻ ഈ ഇൻഹെറിറ്റബിൾ മ്യൂട്ടേഷൻ ഹൈ ഫ്രീക്വൻസിയോട് കൂടി പാസ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അതാണ് നമ്മൾ പറയുന്ന വേരിയേഷൻ്റെ ബേസിസ്. എങ്ങനെയാണ് ഈ വേരിയേഷൻസ് വരുന്നതെന്ന്? സോ അച്ഛനിൽ നിന്നും അമ്മയിൽ നിന്നും കിട്ടിയ ആ വേരിയേഷൻസോട് കൂടിയ DNA പോളിമോർഫിസം കുട്ടിക്ക് കോമ്പിനേഷനായി കിട്ടുന്നു. കുട്ടി വീണ്ടും വലുതായി വേറൊരാളെ കല്യാണം കഴിക്കുമ്പോൾ കുട്ടിയുടെ ബോഡിയിൽ വീണ്ടും ഈ പറഞ്ഞ DNA വേരിയേഷൻസ് വരുന്നു. ആ മറ്റേ പാർട്ട്ണറിലേക്കും വേറെ DNA വേരിയേഷൻ അതിന് ഇൻഹെറിറ്റബിൾ ആയിട്ട് വന്നിട്ടുണ്ട്. സോ ഇവരുടെ കോമ്പിനേഷനുള്ള അടുത്ത ജനറേഷനിൽ വീണ്ടും ഒരു യൂണീക്ക് കോമ്പിനേഷനിലാണ് വരുന്നത്. സോ ഇങ്ങനെ വേരിയേഷൻസ് ഇൻഹെറിറ്റഡ് ആവുന്നു, അതും ഹൈ ഫ്രീക്വൻസിയിലാവുന്നു. ഈ പറഞ്ഞ വേരിയേഷൻസ് ഒന്നും തന്നെ റീപ്രൊഡക്റ്റീവ് എബിലിറ്റീനെ, ഓഫ് സ്പ്രിങ്സിനെ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള എബിലിറ്റീനെ ബാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതിനൊരു ഇമ്മീഡിയറ്റ് എഫക്റ്റോ ഇമ്പാക്റ്റോ ഉണ്ടാവുന്നില്ല. സോ അതുകൊണ്ട് തന്നെ ജനറേഷൻ ടു ജനറേഷൻ ഈ പറഞ്ഞ വേരിയേഷൻസോട് കൂടി DNA പോളിമോർഫിസത്തോട് കൂടി അതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പാസ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അതാണ് ഒരു ഇൻഡിവിജ്വലിനെ മറ്റൊരു ഇൻഡിവിജ്വലിൽ നിന്ന് ഡിഫറെൻ്റ് ആക്കി നിർത്തുന്നത്. അതാണ് നമ്മൾ പറയുന്ന DNA പോളിമോർഫിസം.